പക്ഷെ എന്റെ ചേക്കൻ പുതിയതായിട്ട് ഒന്നും ട്രൈ ചെയ്യാറില്ല. പക്ഷെ പഴയത് എന്തെങ്കിലും കിട്ടിയ പുതിയതായിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇപ്പോഴാണ് പുതിയതായിട്ടൊന്ന് ശ്രമിച്ചത്, അതിലും വിജയിച്ചു. ഇവനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊക്കെ അറിയാന്നേ, കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്കും അതൊക്കെ മനസ്സിലാകുന്നേ. നിങ്ങൾക്ക് അതെല്ലാം വരുമോ? എന്നുവെച്ചാ പാചകം അറിയാവോ? അച്ഛാ, എല്ലാ സ്ഥിരം ചോദ്യങ്ങൾ തന്നെയാ. അതെ, എന്റെ ഫോൺ എവിടെ വെച്ചെന്നറിയാം. നീ ഇവിടെ എവിടെങ്കിലും മറന്നു വെച്ച് വേണം. ചെറുക്കന്റെ വീട്ടുകാരൊന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് തപ്പിയെടുക്കാം. എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളോട് ചോദിച്ചാ പറയില്ലേ? എന്നോട് വേണേലും ചോദിക്കാൻ കേട്ടോ. അത് വേറൊന്നും അല്ല. ഇവരോട് ഇപ്പൊ എന്താ പറയാ? എന്തെങ്കിലും പുതിയതായിട്ട് ഒന്ന് ചോദിക്കുമോ? ഓ, ഇപ്പോഴും പഴയ സ്ഥിതിയല്ലേ മോനെ? എന്തെങ്കിലും പുതിയതായിട്ട് ചോദിക്കാൻ. നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ? മോശം ചോദ്യം. I accept. ഒരു കണക്കിന് ശരിയാ. ഫോൺ നീ തീർന്നടാ. എന്റെ ഫോണിന്റെ റിംഗ്ടോൺ ചെല്ലേ. അതെ, എന്റെ ഫോൺ അവിടെ. അയ്യോ, അത് ായിരുന്നോ? നീ പറഞ്ഞു കൊടുത്തില്ല. എന്താ ഇതൊക്കെ? അതുകൊണ്ടാണ് എന്റെ അടുത്ത് ചോദിച്ചുടനെ പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഹിന്റ് തന്നത്. ഹിന്റോ? ആ, എന്റെ മോൻ ഒരുപാട് സ്വത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിയാങ്കി ആ, അതിന്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു ഹാബിറ്റ് കൂടി ഉണ്ട്. എന്താ അത്? എന്റെ മോൻ എവിടെ പോയാലും ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് വരും. അത് ശരി, പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്നോ? പെണ്ണ് കാണാൻ പോയാലെന്താ, ഒരു ചായക്കടയിൽ പോയാൽ പോലും ഒരു ടീസ്പൂണെങ്കിലും എടുത്തോണ്ട് വരാതിരിക്കില്ല. ഓർമ്മ കാത്തു സൂക്ഷിക്കുന്ന മോൻ. ഇവന്റെ ഈ സന്തോഷം കാരണം ഞങ്ങളുടെ വീട്ടിലെ 2 റൂം ഫുള്ളായിരിക്കുക. എന്തോ 2 റൂം ഫുള്ളായോ? 2 റൂം മാത്രമല്ല, പുതിയൊരു ഷെഡും കൂടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെടുത്തിരിക്കുക. So much, Daddy. നല്ല കുടുംബം. നിങ്ങൾ എന്തായാലും ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, അത് മാത്രം മതി ഈ ഞങ്ങൾക്ക്. ശീലത്തിന്റെ പേരെന്താണെന്നറിയോ? എന്താ പേര്? ക്ലെപ്റ്റോമാനിയ. മലയാളത്തിൽ പറഞ്ഞ മോഷണം. എന്റെ മോന്റെ കയ്യിലെ ഭാഗ്യരേഖയാ. Yes, Daddy. എഴുന്നേറ്റ് പോടാ കള്ള നാറി. നിക്ക്. എന്താണ് നിങ്ങളുടെ സംസാരത്തിലൊരു മാറ്റം? ഇതെന്റെ ഒരു ഹോബിയാണ്. ഇതിൽ എന്താണ് തെറ്റ്? ഇറ്റ്സ് മൈ മെമ്മറീസ്. മോനെ, ഇത് നിനക്ക് തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ലേ? No. എടാ ഉവ്വേ, ഒരാള് തരുന്നതാണ് ഓർമ്മ, ചോദിക്കാതെ എടുക്കുന്നത് മോഷണമാണ്. കക്കാൻ ഇറങ്ങിയിരിക്കുക. മോനെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് പൊയ്ക്കോ. ഡാഡി, എന്ത് പരിപാടി ഇത്? പെണ്ണ് കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കള്ളനാക്കുന്നോ? കള്ളനെ കള്ളാന്ന് പറയുന്നത് തെറ്റാണോ? ഞങ്ങളുടെ മോളെ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, ഒന്നും കക്കാൻ പഠിപ്പിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ അതോടെ പഠിച്ചേ. ഇവളുടെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ല നിങ്ങൾക്ക്. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കരുത്. പെണ്ണുമില്ല, പെടക്കോഴിയുമില്ല. ഗെറ്റ് ഔട്ട്. എടി, നിനക്ക് ദേഷ്യം വരുമ്പോ എന്തോ ഒരു സാധനം പറയുമല്ലോ. I hate you. ഐ ഹേറ്റ് യുവർ ഫാമിലി. ഐ തുപ്പി യുവർ ഫാമിലി. ഐ ഡബിൾ യുവർ ഫാമിലി. ഐ തു യുവർ ഫാമിലി. ഇയാള് നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പൊ നമുക്ക് വേറെ പെണ്ണ് പോയി ഓടാ. ഒന്ന് നിക്ക്. ഒരു സ്പൂണ് പോലും തരാത്ത ഫാമിലി. ഇതൊന്നും നമുക്ക് ശരിയാവൂലോ. അത്